വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 2025 കാപ്പ ചുമത്തി ജയിലിലടച്ച ഗുണ്ടകളുടെ എണ്ണം 40ആയി. 57 പേർക്കെതിരെ നാട്ടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച വീട്ടിലെത്തിക്കും. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക ഖത്തർ എയർവേസ് വിമാനത്തിൽ. വാളയാർ ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച വിദേശ സിഗരറ്റുമായി ആലപ്പുഴ സ്വദേശി പിടിയിൽ. 3 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകൾ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്തു. പിടിയിലായ യുവാവിനെയും സിഗരറ്റും സംസ്ഥാന GST വകുപ്പിന് കൈമാറി. വാർത്തകൾ വിശദമായി. തൃശൂർ റൂറൽ ജില്ലയിൽ 2025 വർഷം കാപ്പ ചുമത്തി ജയിലിലടച്ച ഗുണ്ടകളുടെ എണ്ണം 40ആയി. 57 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്താൻ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തമായി തുടരുകയാണ്. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ടകളായ പോത്തുകണ്ണൻ സുജിത്തിനെയും ബിനോയിയെയും ഏറ്റവും ഒടുവിലായി ജയിലിലാക്കി. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 40 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചിട്ടുണ്ട്. ആകെ 97 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 57 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളും സ്വീകരിച്ചു. ഒടുവിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ട മാള മടത്തുംപടി ചാക്കാട്ടിക്കുന്ന് ദേശത്ത് കോനാട്ട് വീട്ടിൽ പോത്തുകണ്ണൻ എന്ന് വിളിക്കുന്ന 32 വയസ്സുള്ള സുജിത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ മുരിങ്ങൂർ തെക്കുമുറി വില്ലേജിൽ ആറ്റപ്പാടം മാളിയേക്കൽ വീട്ടിൽ 28 ബിനോയിയെ കാപ്പ ചുമത്തി 6 മാസത്തേക്കാണ് ജയിലിലടച്ചത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുജിത്തിൻ്റെ വീടിനടുത്തുള്ള ചക്കാട്ടിക്കുന്നിലുള്ള ഭാര്യയുടെ വീട്ടിൽ വന്ന് ഉത്തരവ് ലംഘിച്ചതിനാണ് സുജിത്തിനെ മാള പോലീസ് ചക്കാട്ടിക്കുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP KG സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇത്തരത്തിലുള്ളവരെ നിരീക്ഷിച്ചു വരവെയാണ് സുജിത്ത് നിയമലംഘനം നടത്തിയതായി അറിഞ്ഞതിനെ തുടർന്ന് മാള ISHO സജിൻ ശശി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കെനിയയിൽ അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ശനിയാഴ്ച നെയ്റോബിയിൽ നിന്ന് നാട്ടിലേക്ക് അയക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് നെയ്റോബിയിൽ നിന്നുള്ള ഖത്തർ എയർവേസ് വിമാനത്തിലാണ് 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. ഞായറാഴ്ച രാവിലെ വിമാനം കൊച്ചിയിലെത്തുമെന്നാണ് വിവരം. തുടർന്ന് മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിക്കും. മരണപ്പെട്ട മണ്ണൂർ സ്വദേശികളായ റിയയുടെയും മകൾ ടെറയുടെയും മൃതദേഹങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മണ്ണൂർ പുത്തൻപുര വീട്ടിലെത്തും. കൂടെ മരണപ്പെട്ട റിയയുടെ പരിക്കേറ്റ ഭർത്താവ്, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. മണ്ണൂർ പുത്തൻപുര കൃഷി വീട്ടിൽ 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷം ഭർത്താവിൻ്റെ നാടായ പോത്തന്നൂരിലെത്തിച്ച് സംസ്കരിക്കും. സംഭവം അറിഞ്ഞ് വിവിധ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവരും വെള്ളിയാഴ്ച വീട്ടിലെത്തിയിരുന്നു. കൃഷിമന്ത്രി P. പ്രസാദും വെള്ളിയാഴ്ച വൈകിട്ട് റിയയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. 15 മിനിറ്റ് വീട്ടിൽ ചിലവഴിച്ചാണ് കൃഷിമന്ത്രി മടങ്ങിയത്. CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു എന്നിവരും പ്രാദേശിക നേതാക്കളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MP-യും ഭാര്യ തുളസി ടീച്ചറും വീട് സന്ദർശിച്ചിരുന്നു. മുൻമന്ത്രി AK ബാലൻ, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, MR മുരളി, S അജയൻ, M ഹംസ, മുണ്ടൂർ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിമാരായ S കൃഷ്ണദാസ്, CR സജീവ് എന്നിവരും വീട്ടിലെത്തി. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറി VM അൻവർ സാദിഖ്, NCP ജില്ലാ സെക്രട്ടറി SKN നജീബ് തുടങ്ങിയ നിരവധി പേർ വീട് സന്ദർശിച്ചിരുന്നു. ഖത്തറിൽ നിന്നുള്ള 28 വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മധ്യകനിയിലെ ഞാൻഡെർവ കൗണ്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. മണ്ണൂർ പുത്തൻപുര വീട്ടിൽ രാധാകൃഷ്ണന്റെ മകൾ 41 വയസ്സുള്ള റിയയും 8 വയസ്സുള്ള മകൾ ടെറസയും ആണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന ടൂർ വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാളയാർ ചെക്ക് പോസ്റ്റിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 3 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകൾ പിടികൂടി. സംഭവത്തിൽ ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്ത് സംസ്ഥാന GST വകുപ്പിന് കൈമാറി. വെള്ളിയാഴ്ച വൈകിട്ട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ്
എയർബസിലെ യാത്രക്കാരനായ ആലപ്പുഴ സ്വദേശി താനപ്പറമ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള നൗഫലിനെ എക്സൈസ് പിടികൂടിയത്. ബാംഗ്ലൂർ എറണാകുളം എയർബസിലാണ് ഇയാൾ യാത്ര ചെയ്തിരുന്നത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന 1480 പാക്കറ്റ് സിഗരറ്റ് എക്സൈസ് പിടിച്ചെടുത്തു. വിപണിയിൽ 3 ലക്ഷം രൂപ വില വരുന്ന വിദേശ സിഗരറ്റുകളാണിതെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്നാണ് സിഗരറ്റ് കൊണ്ടുവന്നത്. നിയമപരമായ രേഖകളൊന്നും കൈവശമില്ല. തുടർ നടപടിയെന്ന നിലയിൽ നൗഫലിനെ കസ്റ്റഡിയിലെടുത്ത എക്സൈസ് ഇയാളെയും തൊണ്ടിയും സ്റ്റേറ്റ് GST വകുപ്പിന് കൈമാറി. വാളയാർ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ PR പ്രസാന്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മുഹമ്മദ് ഷെരീഫ് PM, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് G പ്രഭ, പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് KP രാജേഷ്, PS മനോജ്, സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മൂല്യാധിഷ്ഠിത പഠനത്തിന് പ്രാധാന്യം നൽകി മണ്ണൂർ UP സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഒപ്പം ഡിജിറ്റൽ അച്ചടക്കം, റോഡ് സേഫ്റ്റി എന്നീ വിഷയങ്ങളിലും ക്ലാസ് നടന്നു. പറളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ S മൻസൂർ അലി, VV രമേശ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. സാധനങ്ങളൊന്നും തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. വാങ്ങിക്കോ? അവർ ചിലപ്പോ മിഠായിയുടെ രൂപത്തിലോ മറ്റ് പൊടിയുടെ രൂപത്തിലോ എന്തെങ്കിലും മയക്കുമരുന്ന് സാധനങ്ങളോ മറ്റ് കലർത്തിയ സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ല. അവരിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളാണോ? അല്ലല്ലോ. നമ്മുടെ സുഹൃത്തുക്കളാരാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സുഹൃത്തുക്കളാരാണ്? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുമാണ്, അല്ലേ? ഹെഡ് മിസ്ട്രസ് TA ഷരീഫ, PTA പ്രസിഡന്റ് N ഗണേഷ്, KM അബ്ദുൽ ഹക്കീം, PS സ്വാതി എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പ്രതിജ്ഞയും എടുത്താണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് ഞാൻ മനസ്സിലാക്കുന്നു. എക്സൈസ് ഓഫീസർമാർക്ക് ഉപഹാരം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന പാഞ്ഞാൽ സ്വദേശി സുബ്രഹ്മണ്യൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാവിലെ ചെറുതുരുത്തി സെന്ററിലാണ് സംഭവം ഉണ്ടായത്. ചെറുതുരുത്തി പോലീസും അഗ്നിശമന സേനയുടെയും നേതൃത്വത്തിൽ തീയണച്ചു. ടാങ്ക് പൊട്ടിത്തെറിക്കുമോ എന്ന ഭയത്തിലാണ് തീ അണയ്ക്കാൻ ശ്രമിക്കാതിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ണൂർ നഗരിപ്പുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയികളായവരെയും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും നമ്മുടെ പത്തിരിപ്പാല സ്കൂളിലെ വിജയം എന്നുള്ളത് പോലെ തന്നെ മറ്റുള്ള എല്ലാ സ്കൂളുകളിലും അവരുടെ സ്കൂളിൻ്റെതായ രീതിയിലുള്ള വിജയം എല്ലാവരും കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ റസാഖൻ നമ്മുടെ സൂചിപ്പിച്ചു, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് മറ്റേ ലഹരിക്കും മറ്റും അടിമയായിക്കൊണ്ട്, അതായത് നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ ആ കുട്ടിയുടെ പ്രതീക്ഷ എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ മക്കളിലാണ് പ്രതീക്ഷ എന്നുള്ളത്. അപ്പൊ അത് ആ നിലയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെ, അതായത് നമ്മുടെ കുടുംബത്തിന്റെയും നാടിന്റെയും നല്ല മക്കളായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷക അവാർഡ് നേടിയ AVM റസാഖ്, സംസ്ഥാന സർക്കാരിന്റെ മികച്ച അംഗൻവാടി പുരസ്കാരങ്ങൾ നേടിയ അംഗൻവാടി വർക്കർമാരായ ധനലക്ഷ്മി, ശ്രീദേവി എന്നിവരെയും പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഉപഹാരം നൽകി ആദരിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, TR ശശി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ഉണ്ണികൃഷ്ണൻ, വാർഡംഗം AA ശിഹാബ്, ഷഫീന നജീബ്, വാസു മാസ്റ്റർ, അപ്പുക്കുട്ടൻ, പ്രഭ, SJN നജീബ്, ശശിധരൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AVM റസാഖ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി A സ്മിത നന്ദിയും പറഞ്ഞു. A+ വിജയികളെ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, മണ്ണൂർ രാജകുമാരനുണ്ണി എന്നിവർ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാളയിൽ വീണ്ടും അജ്ഞാതജീവിയുടെ ആക്രമണം. മാള അഷ്ടമിച്ചിറയിലാണ് അജ്ഞാതജീവി ആടുകളെ കടിച്ചു വന്നത്. അഷ്ടമിച്ചിറ വെള്ളാനി വീട്ടിൽ ആനയുടെ 4 ആടുകളെയാണ് അജ്ഞാതജീവി കടിച്ചു വന്നത്. 2 മാസം മുമ്പ് മാള അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ 6 ആടുകളെയും അജ്ഞാതജീവി കടിച്ചു വന്നിരുന്നു. സംസ്ഥാന ലളിതകലാ അക്കാദമിയുടെ കലാപഠന സ്കോളർഷിപ്പിന് ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശിനിയായ വിദ്യാർത്ഥി അർഹയായി. ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള സരോജിനി നായിഡു സ്കൂൾ ഓഫ് ആർട്സ് കമ്മ്യൂണിക്കേഷനിലെ MFA വിദ്യാർത്ഥിയായ KC
സപ്തമോളാണ് 1,00,000 രൂപയുടെ സ്കോളർഷിപ്പിന് അർഹയായത്. ചുടുവാലത്തൂർ കൊട്ടക്കാട്ട് ചാലപ്പറമ്പിൽ KC സോമന്റെയും പത്മാവതിയുടെയും മകളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 2025 കാപ്പ ചുമത്തി ജയിലിലടച്ച ഗുണ്ടകളുടെ എണ്ണം 40ആയി. 57 പേർക്കെതിരെ നാട്ടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച വീട്ടിലെത്തിക്കും. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക ഖത്തർ എയർവേസ് വിമാനത്തിൽ. വാളയാർ ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച വിദേശ സിഗരറ്റുമായി ആലപ്പുഴ സ്വദേശി പിടിയിൽ. 3 ലക്ഷം രൂപയുടെ വിദേശ സിഗരറ്റുകൾ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്തു. പിടിയിലായ യുവാവിനെയും സിഗരറ്റും സംസ്ഥാന GST വകുപ്പിന് കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.